SITക്ക് തിരിച്ചടിയോ ഹൈക്കോടതി പരാമർശം എന്നുള്ളതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, SITക്ക് ഇത് തിരിച്ചടിയായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പോലീസല്ല SITനെ നിശ്ചയിച്ചിരിക്കുന്നത്. SIT റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ അല്ല, സർക്കാരുമായിട്ട് ഈ SITക്ക് ഒരു ബന്ധവുമില്ല. അപ്പോൾ തരാതരം മാറ്റി പറയുകയാണ്. തരാതരം മാറ്റി പറയാന്ന് പറഞ്ഞാൽ മുൻപ് എന്താണ് പറഞ്ഞത്? മുൻപ് പറഞ്ഞത് ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞെന്താ അറിയോ? ഇത് പിണറായി വിജയൻ്റെ പോലീസല്ല, ഇതാരുടെ പോലീസല്ല, ഇത് സർക്കാരിൻ്റെ പോലീസല്ല, ഇതാരുടെ പോലീസാണ്, ഇത് ഹൈക്കോടതി നേതൃത്വത്തിൽ SITയിലുള്ള പോലീസ് ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് നേരെ തിരിച്ചു പറയുകയാണ്. ഇന്നെന്താ പറയുന്നത്? ഇന്ന് പറയുന്നത് കേട്ടോ, പിണറായി വിജയൻ്റെ പോലീസാണ്, പിണറായി വിജയൻ്റെ പിന്നെന്താണ് സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്ന് മാറ്റി പറയണം. അപ്പം ഈ SIT റിപ്പോർട്ട് ചെയ്യുന്നത് പിണറായി വിജയൻ അല്ലാത്തതുകൊണ്ടും ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നതുകൊണ്ടും ഹൈക്കോടതിയാണ് ഇതിൻ്റെ റിപ്പോർട്ട് മേടിക്കുന്നത് എന്നുള്ളതുകൊണ്ടും ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ആവശ്യം ആർക്കാണോ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സ്മൃതി മേഡം നേരത്തെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പാരഡി ഗാനത്തിനെ സംബന്ധിച്ചിടത്തോളം പാരഡി ഗാനം ഗുണം ചെയ്തത് പിന്നെ ഹൈക്കോടതിക്കും സർക്കാരിനൊന്നല്ലല്ലോ, ഗുണം ചെയ്തത് ആർക്കാണ്? പ്രതിപക്ഷത്തിനാണ്. അവർക്ക് അതിന് മാക്സിമം അതിന് മുതലെടുപ്പ് നടക്കുന്നു. പിന്നെ അത് അയ്യപ്പനെ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത്, ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്ത്, അപ്പോൾ അവർക്ക് കിട്ടുന്ന മുതലെടുപ്പ് ഏത് രീതിയിലും എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ സ്വർണം കട്ട ആരെങ്കിലും കുടുങ്ങണ്ട എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ആരെങ്കിലും അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പിണറായി വിജയനോ അല്ലെങ്കിൽ സർക്കാരോ വന്ന് പറഞ്ഞോ പിന്നെ അയ്യോ അവിടെ ശബരിമലയിൽ സ്വർണം കട്ടവരെയെല്ലാം പിന്നെ സംരക്ഷിക്കണം എന്നൊരു നിലപാടെടുത്തോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അതിന് പൂർണ്ണ സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ ചെയ്യാൻ കഴിയുക? ഹൈക്കോടതിക്ക് അന്വേഷണ സംവിധാനം ഇല്ലല്ലോ. പോലീസിൽ നിന്ന് ഇന്ന ഉദ്യോഗസ്ഥനെ വേണം, ഇന്ന ഉദ്യോഗസ്ഥനാണ് ഇതിന് മേൽനോട്ടം വഹിക്കേണ്ടത്, ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടത്, ഇവരാണ് അന്വേഷണം നടത്തേണ്ടത്. അവരന്വേഷണം നടത്തുന്നു, അതിന് അന്വേഷണം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു, ഉള്ളിലിടുന്നു. അതിന് അന്വേഷണം നടത്തിയിട്ട് അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കുറ്റം പിണറായി വിജയൻ്റെ തലയിലും ആഭ്യന്തരമന്ത്രിയുടെ തലയിലും വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇന്നയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യില്ലായിരിക്കും. അന്വേഷണം നടക്കണം എന്ന് വിചാരിക്കുന്നതാണ് നടക്കുന്നത്. ഇന്ന കാര്യങ്ങൾ കൂടി അന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളും കൂടി അന്വേഷണം നടക്കേണ്ടതാണ്. അത് നടക്കുമെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടായിരിക്കുമല്ലോ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാരെ പിന്നെ ഹൈക്കോടതി തിരഞ്ഞെടുത്ത് അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അല്ലാതെ നമ്മളൊരു ലിസ്റ്റ് കൊടുത്തിട്ട് എന്താ കേരള പോലീസിലെ ഒരു 10 ഉദ്യോഗസ്ഥരെ തരൂ, ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണം ഉണ്ട്, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനെ നേതൃത്വം വഹിക്കേണ്ടത്. ഹൈക്കോടതി അങ്ങോട്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് പിന്നെ അങ്ങനെയാണ് പിന്നെ ഈ SIT രൂപീകരിക്കുന്നത്. അങ്ങനെ ഒരു SIT രൂപീകരിച്ച് അതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് പറയുന്നത് എന്താണ്? പത്മകുമാർ പറഞ്ഞെന്താണ്? പത്മകുമാർ പറഞ്ഞത് പ്രസിഡന്റ് എന്നുള്ള സ്ഥലയ്ക്ക് ഞാൻ കുറ്റക്കാരനാണെങ്കിൽ ഈ പറയുന്ന അംഗങ്ങളെല്ലാം അതിൻ്റെ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. കുറ്റക്കാരനാണെങ്കിലല്ല, അതിൻ്റെ അകത്ത് ഞാൻ കുറ്റം ചെയ്തു എന്നുള്ളതാണ് ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ എല്ലാവരെയും അനുമതിയോട് കൂടിയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? ഞാനിത് ചെയ്തിട്ടില്ല, അങ്ങനെ എല്ലാവരെയും അനുമതിയോട് കൂടിയിട്ട് എല്ലാവരും ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു വരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അവരെയും കൂടെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലയിലേക്ക് വരെ ഹൈക്കോടതി ഇന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള നിലയിലേക്ക് വരെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എടുക്കേണ്ട നിലപാടുകൾ എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ ഓർഡറിലൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്വേഷണം SITക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് ഹൈക്കോടതിക്കും കൂടെ തിരിച്ചടിയല്ലേ? ഹൈക്കോടതി വെച്ചാൽ പിന്നെ അന്വേഷണ ടീമാണല്ലോ, SIT ആണല്ലോ. അപ്പോൾ അന്വേഷണം തിരിച്ചടിയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കളവ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിൽ കയറിയിട്ടുണ്ട്, ഇതിനെല്ലാം സംരക്ഷിച്ച് കളയാമെന്നൊരു നിലപാട് ഈ കഴിഞ്ഞ 2-3 മാസമായല്ലോ ഇത് ചർച്ച ചെയ്യുന്നു കേരളത്തിൽ. ഏതെങ്കിലും ഒരു നിലപാട് അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ വന്നോ? ഒരെണ്ണം കാണിച്ചു തരട്ടെ. ഒരെണ്ണം പോലും കാണിച്ചു തരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത്? പിന്നെ ശബരിമലയിൽ സംരക്ഷിക്കുന്നത് മുഴുവൻ സർക്കാരാണ്. ഏതർത്ഥത്തിലാണെന്ന് സർക്കാർ എന്ന് പറയാം? സർക്കാർ അന്വേഷണ ടീമാണ് നടത്തുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ അതാണ്ട് EDക്കും കൂടെ കൊടുത്തിരിക്കുന്നു, EDയും കൂടെ അന്വേഷിച്ചോട്ടെ എന്ന് പറയുന്നു. ആർക്കെങ്കിലും ഒബ്ജക്ഷൻ പറയുന്നുണ്ടോ? കോടതി തന്നെ പറയുന്നു EDക്ക് മുഴുവൻ ഡോക്യുമെൻ്റ് കൊടുക്കും, ED അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണല്ലോ ഒന്ന് അന്വേഷണം നടക്കുക. ഒരു ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ, കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് പിന്നെ എന്താണ് അതിന് മേലെ എന്ത് സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്? അതിന് മേലെ ഒരു സംവിധാനമില്ല. ആ സംവിധാനത്തിന് മേലെ വരെ സർക്കാരിനെ കരിവാരി തേക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഗൂഢലക്ഷ്യമുണ്ടല്ലോ. ആ ഗൂഢലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മാത്രമാണ്. ആ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കോടതി പറഞ്ഞ വിമർശനങ്ങളൊന്നും മിണ്ടരുത്, ആരൊന്നും മിണ്ടരുത്. അല്ല, എന്താ മിണ്ടാതെ? കോടതി പറഞ്ഞത് കോർട്ട് ഈസ് ഷോക്ക്ഡ് എന്നാണ്. ഞാൻ എന്റെ ടേൺ വരുമ്പോൾ അത് ആരുടെ ഭാഗത്തുനിന്നാണ്? സർക്കാരിന്റെ ഭാഗത്തുനിന്നാണോ? സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ. അല്ല, സർക്കാർ എങ്ങനെ നിയോഗിക്കുന്നത്?
അതാ ഞാൻ പറഞ്ഞു, തരാതരം മാറ്റി പറയാം. ഹൈക്കോടതിയല്ലേ നിയോഗിച്ചത്? ഹൈക്കോടതി നിയോഗിച്ച ഇന്ന ഉദ്യോഗസ്ഥരെ വേണമെന്ന് പറഞ്ഞ ഹൈക്കോടതി പേരെടുത്ത് പറഞ്ഞ അപ്പോയിന്റ് അപ്പൊ എവിടുന്ന് സമ്മർദ്ദമില്ലാതെ അല്ല, ഒരു സമ്മർദ്ദമില്ലാതെ SIT തന്നെ എങ്ങനെ മുടന്തായിരുന്നു അല്ലേ? തന്നെ മുടന്ത. അത് ആരുടെ കുറ്റാണെന്ന്? അത് സർക്കാരിനെയാണോ കുറ്റം? അല്ലല്ല, കുറ്റാരുടെ അല്ല. അത് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്താ സംഭവം? ഇപ്പൊ ഒരു അയ്യപ്പ പിന്നെ എന്താണ് ശബരിമലയിൽ സ്വർണ്ണം കട്ടതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. ആ കേസ് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നേരെ കഷ്ടപ്പെടുകയാണ്. കട്ടേരെ പിടിക്കാനാണല്ലോ SIT ഉള്ളത്. ഉപയോഗിക്കില്ലായിരുന്നു. CPM പ്രതിപക്ഷത്തായിരുന്നു, ഇത് ഉപയോഗിക്കില്ലായിരുന്നു. പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇത് ഉപയോഗിക്കില്ലായിരുന്നു ഈ വിഷയം. എല്ലാ സമയത്തും എല്ലാവരും ഉപയോഗിക്കും. ആരാണോ പ്രതിപക്ഷങ്ങൾ ഉപയോഗിക്കും. കോൺഗ്രസിന്റെ സമയത്ത് ആരായിരുന്നു ദേവസ്വം മന്ത്രി? ദേവസ്വം മന്ത്രി അനിയൻ എന്താ ചെയ്തേ? ആയിക്കോട്ടെ. അപ്പൊ ആ ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാൻ അയ്യോ അതൊക്കെ അയ്യപ്പ പ്രശ്നമാണ്. നിങ്ങൾ അയ്യപ്പ ശബരിമല മനസ്സിലായില്ല. ഈ 9 കൊല്ലം എന്താ അന്വേഷിച്ചത്? അന്വേഷിച്ച് നടപടി എടുക്കണ്ടേ? പിന്നെന്താ പ്രശ്നം? നടപടി എടുത്തല്ലോ. സ്വർണ്ണക്കൊള്ള ഒന്നാണ്. ലക്ഷം അയ്യപ്പന്റെ അടിച്ചോണ്ട് പോയത് കുറ്റമല്ല. അല്ല, ദൈവത്തിന്റെ അവിടെ നിന്ന് സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് വന്നും പാത്രം വെക്കുന്ന ഒരുപോലെയാണെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞില്ല. അല്ല, രണ്ട് മോഷണമായിട്ട് അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ രണ്ടും അങ്ങനെ ആ മോഷണമായിട്ട് കണ്ടാൽ മതി. വിശ്വാസമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ അല്ലേ? വിശ്വാസമായി. അപ്പൊ നിങ്ങൾ പാരഡി മാത്രമാണ് നിങ്ങൾക്ക് വിശ്വാസമായി ബന്ധപ്പെട്ട വിഷയമാവുന്നത്. പാരഡി മാത്രമാണ് വിശ്വാസമായി ബന്ധപ്പെട്ട വിഷയം. സർക്കാരിന്റെ പ്രതിരോധം ചർച്ച ചെയ്യാൻ പാടില്ല. തോറ്റു ഈ വിഷയം പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പൊ അത് പറയുമ്പോ തോന്നും ഈ അയ്യപ്പന്റെ പാത്രം കട്ടത് അയ്യപ്പന്റെ പൂജയാണ്, സ്വർണം കട്ടത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണോ? അങ്ങനെ ആരും പറഞ്ഞില്ല. അയ്യപ്പന്റെ അവിടുന്ന് ₹1 മാഡം പറഞ്ഞത് ഈ കേസിനെ കുറിച്ചാണ്. ഇടപെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആന്റോഗസ്റ്റിന്റെ സമയമാണ്. അപ്പൊ ആ രീതിയിലുള്ള നരേഷൻ ശരിയല്ല. പാത്രം കട്ടതും തെറ്റാണ്, സ്വർണ്ണപ്പാളി കട്ടതും തെറ്റാണ്. പക്ഷേ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ രണ്ട് നിലപാടാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശബരിമലയിൽ നിന്ന് ₹1,62,00,000 പാത്രം വാങ്ങിയത് ബന്ധപ്പെട്ട് വലിയ അഴിമതി നടത്തി, അത് അഴിമതി നടത്തിയെന്ന് കണ്ടെത്തുകയും ആ എമൗണ്ട് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അത് അയ്യപ്പന്റെ പണമല്ല, അത് ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ല, അതുമായിട്ട് ഒരു ബന്ധമില്ല. ആരാണ് ന്യായീകരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ പരമോന്നത കോടതിയായ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു SIT വെച്ചിട്ട് ആ അതിന് പോലും പ്രതിപക്ഷം വിശ്വാസമില്ല. പരമോന്നത കോടതിയിലെ വിമർശനങ്ങളാണോ നമ്മളിപ്പോ ആരെ വിമർശിച്ചേക്കണേ? സർക്കാരിനെ വിമർശിച്ചോ ഇല്ലയോ? ഞാൻ ചോദിക്കട്ടെ, സർക്കാരിനെ വിമർശിച്ചോ ഇല്ലയോ? സർക്കാരിന്റെ പേരുണ്ടോ അതിനകത്ത്? ഏതെങ്കിലും ഒരു സർക്കാർ ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? SIT നിയമിച്ച ഉദ്യോഗസ്ഥർ ശക്തമായി നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് പറയുകയാണ്. അത് സർക്കാരിനെതിരെയാണ് വിമർശനമായി മാറ്റുകയാണ്. അതല്ലേ സംഭവിക്കുന്നത്. അല്ലാതെ സർക്കാർ തിരിച്ചടിയൊന്നുമല്ലല്ലോ. സർക്കാരിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ 2 പേരെ പങ്കജ് ഭണ്ഡാരിനെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തു. സർക്കാർ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്ത സർക്കാരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഭണ്ഡാരിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തായി പറഞ്ഞു? എന്താ പറഞ്ഞു? അപ്പൊ അന്വേഷണം നടത്തിയിട്ട് അവർ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് എന്താണ് ഹൈക്കോടതിക്ക് തൃപ്തി ഇല്ലെങ്കിൽ ആ തൃപ്തിയോടുകൂടി അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഈ ഉദ്യോഗസ്ഥരോടാണ് പറയുന്നത്, അല്ലാതെ സർക്കാരോടല്ല. സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ പറയാൻ പറ്റുന്നു. അത് അന്നേരം പറയുന്നത് സർക്കാരിനോടല്ല പറയുക, ആ SIT-നോടല്ലല്ലോ പറയാ. ഇപ്പം എന്താണ് ക്ലാരിറ്റിയോടുകൂടി SIT-നോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഞാൻ പറയുന്നത് തരാതരത്തിനനുസരിച്ച് കാര്യം മാറ്റി പറയുക എന്നുള്ളത്. തരാതരം എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കത്തിൽ സർക്കാരിനെതിരായി പറയേണ്ട സമയത്ത് സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പത്മകുമാർ അറസ്റ്റ് ചെയ്തപ്പോൾ പറയുകയാണോ, അയ്യോ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് ഈ പത്മകുമാർ അറസ്റ്റ് ചെയ്യേയില്ല, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല, അത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള SIT ആയതുകൊണ്ട് അത് അന്വേഷിച്ചെന്ന് പറയുന്നു. നേരെ തിരിച്ച് ഇപ്പം എന്താ പറയുന്നത്? ഇപ്പം പറയുകയാണ് ഹൈക്കോടതി പറയാം അന്വേഷണത്തിന് സംശയമുണ്ട്, അന്വേഷണം നടക്കുന്നില്ല, നല്ല രീതിയിൽ അന്വേഷണം നടക്കണമെന്ന് SIT-നോട് ഹൈക്കോടതി പറഞ്ഞ സമയത്ത് പറയുകയാണത് സർക്കാർ ഇടപെട്ട് അന്വേഷണം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെന്ത് നിലപാടാണ്? ഈ നിലപാട് ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ 2 നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ശിവകുമാറിൻ്റെ അനിയൻ പിന്നെ $1,82,00,000 കട്ടപ്പോഴും ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള നടത്തിയപ്പോഴൊക്കെ രണ്ടും ഒരു നിലപാടായിട്ട് തന്നെ കാണണം. രണ്ടും അയ്യപ്പൻ്റെ സ്വത്തല്ലേ അടിച്ചുകൊണ്ട് പോയത്. ഇത് അയ്യപ്പൻ്റെ സ്വത്താണ് അടിച്ചുകൊണ്ട് പോയതെന്നുള്ള അർത്ഥത്തോടു കൂടി കൈകാര്യം ചെയ്താൽ മതി. അല്ലാതെ ഇത് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പാട്ട് എഴുതി, പാട്ട് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വിടുന്നില്ലല്ലോ.
ഇലക്ഷൻ സോങ് ആയിട്ടാണല്ലോ പിന്നെ അയ്യപ്പ എന്താണ് പോറ്റിയുടെ പാട്ട് കൊണ്ടുവന്നത്. ഇലക്ഷൻ സോങ് കഴിഞ്ഞിട്ടും പോറ്റീൻ്റെ പാട്ട് വിടുന്നില്ലല്ലോ. അത് എവിടെ വരെ കൊണ്ടുപോകണം? നിയമസഭാ ഇലക്ഷൻ വരെ കൊണ്ടുപോകണം. പാർലമെൻറ്റിൻ്റെ മുന്നിൽ പാടുന്നു, MLA പാടുന്നു ഒക്കെ. അതിൻ്റെ കൂടെയുള്ള അയ്യപ്പനെ ഒരു വിശ്വാസമില്ല, പാട്ടിലുള്ള അയ്യപ്പനെ കുറിച്ചുള്ള ഒരു വിശ്വാസമില്ല, സ്നേഹമില്ല, ബഹുമാനിക്കണമെന്നില്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് മാറ്റിവെക്കുകയും അല്ലാത്ത സ്ഥലത്ത് അയ്യപ്പനെ ഞങ്ങളുടെ സ്വന്തം അയ്യപ്പനെ ഇവരെല്ലാവരും കൂടെ കട്ടുകൊണ്ട് പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ കൈകാര്യം ചെയ്യാണ്. അപ്പോൾ രണ്ടർത്ഥത്തിൽ തരാതരത്തിനനുസരിച്ചിട്ട് ഇലക്ഷൻ സംവിധാനത്തിനും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യുക എന്നുള്ളതിനൊക്കെ അപ്പുറം ഇതിനെ ഒന്നും കാണണ്ട. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി SITക്കാണ്. തിരിച്ചടി കിട്ടിയിട്ടുണ്ട് SITക്കാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല SITക്ക് തിരിച്ചടി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, SITനോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ കൂടെ വ്യക്തതയോടുകൂടി അന്വേഷിക്കണം, ഇന്ന ആൾക്കാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തതയോടുകൂടി പറയണം എന്നുള്ളതാണ് പറഞ്ഞത്. അത് ആരുടെ നേതൃത്വത്തിൽ SITനോടാണ്? ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന, ഹൈക്കോടതി എങ്ങനെ അന്വേഷിക്കണം എന്ന് പറയുന്ന SITനോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് SITക്ക് തിരിച്ചടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Meet the editors.